ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ നമുക്ക് ഇനി അടുത്ത ഐറ്റം ഇറക്കിയാലോ? അപ്പൊ നെക്സ്റ്റ് ഐറ്റവുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ചിത്തൻ ചേട്ടൻ, ബിനുരാജ് ചേട്ടൻ ആൻഡ് വിനോദേട്ടൻ. ഇവരെ കാണുന്നില്ലല്ലോ, എന്തോ പറ്റി? 3-4 ദിവസം കൊണ്ട് അനക്കോ ആദ്യമൊന്നുമില്ല. ഇനി തട്ടിപ്പോയോ? തട്ടിപ്പോയെങ്കിൽ നമ്മൾ അറിയുമല്ലോ. എൻ്റെ അയലോക്കക്കാരാ ഒരമ്മൂമ്മ, ചക്കിയമ്മൂമ്മ എന്നാ പേര്. ഇവര് കാരണം 2 കാര്യങ്ങളാണ് ഇവിടെ മുടങ്ങി കിടക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ ഇടക്കൂടുള്ള ഈ മതിൽ കെട്ട്. 2, എൻ്റെ മോട കെട്ട്. എനിക്ക് ഈ വസ്തു വിറ്റിട്ട് വേണം എൻ്റെ മോട കല്യാണം നടത്താൻ. കൊന്നാൽ അവർ ഈ അതിരെ കൈവെക്കാൻ അവർ സമ്മതിക്കത്തില്ല. പുഴുത്ത തെറിപറച്ചിൽ മാത്രമല്ലെന്ന്, ഇവര് തൊഴുത് പ്രാവികളയും, പ്രാവിയെ പലിക്കുകയും ചെയ്യും. എനിക്ക് എങ്ങനെയും എൻ്റെ വസ്തു വിൽക്കണം, എൻ്റെ മോളെ കെട്ടിക്കണം. 10 സെന്റ് വസ്തു ഉണ്ടായിരുന്നു എനിക്ക്, ഇപ്പൊ 3 സെന്റേ ഉള്ളൂ. 3 സെന്റ് വസ്തു ഉണ്ടായിരുന്നു അവർക്ക്, ഇപ്പൊ 10 സെന്റായി. ഇപ്പൊ മനസ്സിലായാലും അവരെ ജോലി എന്ത് വന്നു. എങ്ങനെയായാലും എനിക്ക് എൻ്റെ ഈ മതിൽ കെട്ടി എനിക്ക് തീർത്തേ പറ്റും. 2 മേശരിമാരെ വിളിച്ചു ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് പണി ഞാൻ തീർക്കും. മേശരിമാര് വരാറാതെ നോക്കട്ടെ. ഹലോ ഹലോ, ആ മേശരി, ഞാൻ നമ്മുടെ മതിൽ കെട്ടുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? മതിൽ കെട്ടുന്ന കാര്യം പറഞ്ഞായിരുന്നു. മേശരി വരുന്നില്ല ഇങ്ങോട്ട്, നമുക്ക് ഇന്നും കെട്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന കാര്യം വഴിയെന്ന് പറഞ്ഞു തന്നെ. നമ്മുടെ വഴിയെന്ന് പറയുന്ന ആ പമ്പിന്റെ ഇപ്പുറത്തെ ട്രാൻസ്ഫോമറിന്റെ മേളിലോട്ട് കയറി വന്നാൽ മതി. ട്രാൻസ്ഫോമറിന്റെ മേളിലോട്ട് കയറിയ കറണ്ട് അടിക്കല്ലേ? ഓ, നിങ്ങളെ ട്രാൻസ്ഫോമറിന്റെ മണ്ടേ കയറാനല്ല പറഞ്ഞത്. ആ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് മേലോട്ട് വഴി കിടക്കുന്നില്ലേ, ആ വഴിയെ ഇങ്ങനെ മേലോട്ട് കയറി വരുമ്പം വലത്ത് സൈഡിൽ ലാസ്റ്റ് വീട്. വലത്ത് സൈഡിൽ ലാസ്റ്റ് വീടാ? അത് തന്നെ ലാസ്റ്റ് വീട്. മറ്റേ ചക്കിയമ്മ താമസിക്കുന്ന വീടാണ് അത്? അല്ല അതിനെന്താ നമുക്ക്. എന്റെ ദൈവമേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഞാനില്ല, ഞങ്ങളുടെ പല ആൾക്കാരും വന്ന് അവിടെ പണി തീർത്തിട്ട് അവര് പ്രാഗി തലകർപ്പിച്ചിട്ടുണ്ട്. ഞാൻ വരികയില്ല എന്റെ പൊന്നെ. പ്രായമായെങ്കിലും പണിയെടുത്ത് ജീവിച്ചോട്ടെ എന്റെ പൊന്നി ചേർക്കാം. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. ഞാൻ വേണമെങ്കിൽ 11 kV ലൈനിൽ കയറി പിടിക്കാം, വേണമെങ്കിൽ ട്രാൻസ്ഫോമർ കയറി ആത്മഹത്യ, എന്നാലും ഞാൻ പണിക്ക് വരികയില്ല. ഞാൻ പറയുന്നൊന്ന് കേട്ടാ. ഹലോ ഹലോ ഹലോ, വെച്ചിട്ട് പോയി. എങ്ങനെ വരും? ഇവരുടെ സ്വഭാവം നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്ത് വന്നാലും വേണ്ടിയല്ല ഇന്ന് ഞാൻ പണി തീർക്കും. വേറൊരുത്തം വരാന്ന് പറഞ്ഞില്ല, അവനെയും കാണുന്നില്ലല്ലോ. നോക്കട്ടെ, ബെല്ലുണ്ട്, എടുക്കുന്നില്ല. വന്നോണ്ടിരിക്കുക, വണ്ടിയിൽ വന്നോണ്ടിരിക്കുമായിരിക്കും. എൻ്റെ ദൈവമേ, ഈ മതിലിൻ്റെ പണി എന്ന് തീരും? ഇവരുടെ ശല്യം കാരണം ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി പരാതി പറഞ്ഞു മതിൽ കെട്ടാൻ. വില്ലേജ് ഓഫീസിൽ നിന്ന് ആരും ഇവിടെ വരത്തില്ല. പഞ്ചായത്തിൽ പോയി പറഞ്ഞ്, പഞ്ചായത്തിൽ നിന്ന് ആരും വരത്തില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ്, പോലീസ് സ്റ്റേഷനിൽ ആരും വരത്തില്ല. എങ്ങനെ വരും? ഇവരുടെ വായി പോയി പിഴയ്ക്കാൻ പറ്റുമോ? ചീത്ത വിളിയും പ്രാക്കും. അത് കാരണം ഒരു കുഞ്ഞുങ്ങൾ വരത്തില്ല. എന്നാൽ കിട്ടുന്ന വിലയ്ക്ക് ഇത് പുല്ല് വിറ്റിട്ട് പോകാമെന്ന് വെച്ചാലോ? സെന്റിന് 1.5 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. ഇപ്പൊ 1500 രൂപയ്ക്ക് ഞാൻ കൊടുക്കാൻ നടന്ന കാര്യം വാങ്ങിക്കുന്നില്ല. അത്ര നല്ല അയലോക്കം വലിയ കിടക്കുന്നേ. എനിക്ക് ആ ദുരിതം മൊത്തം, എന്തായാലും ഇന്ന് ആ ദുരിതം ഞാൻ തീർക്കും. മേശരി വരുന്നതിന് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ എളുപ്പമുണ്ട്, പണി എങ്ങനെ നടക്കും. അതെ, മേശരി പാട്ടൊക്കെ ഇട്ടോണ്ട് വന്ന്. അയ്യോ, ഞാൻ ഇട്ടോണ്ട് വന്ന പാട്ടല്ല. അവിടെ ഇന്നൊരു പാട്ടിട്ടു, ഞാൻ എന്റെ സൈഡ് വാരം പിടിച്ച് കയറി വന്നു. ഇതുപോലെ നിങ്ങളുടെ ദേശീയ ഗാനമാണല്ലോ. ഈ പാട്ടിട്ടുള്ള ഒരു ഗുണമുണ്ട്. എന്താ? ക്യാരക്ടർ എന്താന്ന് പറയണ്ട, എല്ലാവർക്കും പിടികിട്ടി കാണും. അപ്പൊ മേശരി, നമുക്ക് ഈ മതിലാണ് നമുക്ക് കെട്ടാനുള്ളത്. ഈ മതിലല്ലേ ഇവിടെ ഇങ്ങനല്ലേ? ഇങ്ങനെ കെട്ടി നമുക്ക് തിരിക്കും. അയ്യോ, എന്താ? ഇതാ മറ്റേ അവരുടെ വീടല്ലേ, ചക്കിയെന്ന് അവരാകുന്നവരുടെ? അല്ല, മേശരിക്ക് എങ്ങനെ അറിയാം? മേശരിക്ക് ഇവിടെ വലിയ പരിചയമില്ലാത്ത. ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ഇവരുടെ ചർച്ചയല്ലേ മൊത്തം. വാട്സാപ്പ് ഗ്രൂപ്പോ? പേരെന്തുവാ? തൂക്ക് കേട്ടാ. അങ്ങനെ വരൂ. എന്റെ മേശരി, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവാ? എന്റെ പൊന്നെ വിശ്വസിക്കാം. അവര് പ്രാഗിയ അച്ചിട്ടതാ. മേശരി, അതൊന്നും ചുമ്മാ പറയുന്ന. അതുമല്ല, ചില നാളുകാർക്ക് ദേശീയല്ല. മേശരിയുടെ നാളെന്തുവാ? എന്റെ നാള് മൂലം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, മേശരിയുടെ മൂലത്തിനൊന്നും സംഭവിക്കത്തില്ല. എന്റെ മൂലത്തിന് എന്ത് പറ്റാ? നിങ്ങളുടെ മൂലമല്ല, നിങ്ങളുടെ നക്ഷത്രം ഇല്ലേ മൂലം, അതിനൊന്നും സംഭവിക്കില്ല. മേശരി ധൈര്യമായിട്ട് കെട്ടിത്തുടങ്ങിക്കോളൂ. നിങ്ങൾ ഒരു കാര്യം പറയാം, ഞാൻ കൊച്ചുകുട്ടി പരാതികളായിട്ട് ജീവിക്കുന്നതാണ്. അവരില്ലല്ല, അവര് വന്ന പ്രാഗം തളർന്നു കിടക്കും, അതുകൊണ്ടാണ് പറയുന്നത്. സത്യമായിട്ടും അവരില്ല. അവരിതെല്ലാം കൂടെ വിറ്റു കുറയ്ക്ക 3 മാസമായിട്ട് ഒരു കാശിക്ക് പോയേക്കുവാ. ഉറപ്പാണ്? ആ ഉറപ്പുണ്ടല്ലോ, ഞാനിത് കെട്ടാന്ന് വിചാരിച്ചേ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യും. എന്താ? ഈ ആദ്യം കെട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. അടിക്കാനുള്ള സാധനം ഉണ്ടോ? ഒരു ഫുൾ ഇന്നലെ ഞാൻ എടുത്ത് വെച്ചേക്കാണ്. ഒരു ഫുൾ ഇന്നലെ ഞാൻ എടുത്ത് വെച്ചു. ഒരുമാതിരി വൃത്തിയുടെ പറയരുത്. എന്ത്? നിങ്ങളെ പോലുള്ള ആൾക്കാരാണ്, ഞങ്ങളെ പോലുള്ള പണിക്കാർ ഇവിടെ വരുമ്പോഴത്തേനും ഫുള്ളും എടുത്ത് വെച്ച് തുടക്കം രാവിലെ തന്നെ അടിക്കാനായിട്ട് പറയുന്നത്. പ്രേരിപ്പിക്കുകയാണേ. മേലാൽ ഇമ്മാതിരി പരിപാടി ഇവിടെ നടക്കത്തില്ല. ഞാൻ അങ്ങനെ മദ്യവെക്കുന്ന ആളല്ല, എനിക്കത് കുടിക്കുന്ന ഇഷ്ടമല്ല. പണി എന്ന് പറഞ്ഞാൽ പണിയാണ് എൻ്റെ കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്.
പണിക്ക് മുമ്പേ ഒരു 3 പെഗ്. അതിൽ കൂടുതൽ ഞാൻ അടിക്കുകയില്ല. ഇങ്ങനെ നിർബന്ധിച്ചാലും അടിക്കുകയില്ല. പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ചു മദ്യവിരോധി ആയിരിക്കും. എന്ത് സാധനം വേണോ നിങ്ങൾ ഉദ്ദേശിച്ച കണക്കുള്ള ആടിയല്ല. പിന്നെ ഇത് കുറ്റി അടിക്കേണ്ട. ഇത് ആടെ കുറ്റി അടിക്കാനുള്ള കുറ്റിയും കയറും എല്ലാം. കയറിട്. ഇതെന്റെ നെഞ്ചത്തോട്ട് കൊണ്ടുവരുന്നതിന് അത് അവിടെ കൊണ്ട് കെട്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലൊക്കെ ഇത്രേ ഉള്ളത്. കല്ല് നിങ്ങൾ പണിയുന്ന കല്ലൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ വരും. നിങ്ങൾ അതിന് പേടിക്കാൻ വേണ്ട. ആവശ്യമുള്ള കല്ല് ഒരു ഇതെന്തിനാ എന്റെ അടുത്തോട്ട് കൊണ്ട് തരുന്നത്? അല്ല പിന്നെ ഇതെന്തിനാ ഇത് ഇച്ചിരി പൊക്കി പിടിച്ച് അത്ര കുറച്ചുകൂടെ പോകട്ടെ. ഇത്രയോ? ആ കുറച്ചുകൂടെ പോകട്ടെ. മെച്ചരി ഇത്രയും പൊക്കത്തിലൊക്കെ നമ്മൾ മതിൽ കെട്ടുമ്പോണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിൽക്കുകയില്ല. ഇത് മതിൽ കെട്ടാനാണെന്ന് കാര്യം പറഞ്ഞു. അതുകൊള്ള അതെ ശരി. പിന്നെ ഞാൻ ഇതും പിടിച്ചോണ്ട് നിൽക്കാൻ പോയി. ഇത് ഇവിടെ കാണാൻ ഇരിക്കട്ടെ. പിടിക്കാൻ നിൽക്കല്ലേ ഞാൻ. ഒരു കാര്യം ചെയ്യാം. ഒരു പണിയോ നമുക്ക് പണി ചെയ്യാൻ തുടങ്ങാം. അതെ ആ ചാന്തി കൊണ്ട് നീട്ടി വെച്ചേ. ആ ചാന്ത് കുറച്ച്. ഇതാ ഞാൻ പറഞ്ഞ ചാന്ത്. ആരാടാ എന്റെ വീടിന്റെ അവിടെ കയറി പോക്കൃത്തരം കാണിക്കണത്? അവിടെ എങ്ങാനും വല്ലതും ചെയ്ത അവന്റെ കൈ ഞാൻ വെട്ടും. അല്ല ഏതോ അശരീരിയം കണ്ട. പിന്നെ എന്റെ പൈസ ഒരു കാര്യം ചെയ്യും. നമുക്ക് ഈ സമയം കളയണ്ട. നമുക്ക് ഈ പണി അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് ഈ സമയം പണി എടാ ഞാൻ നേരത്തെ പറഞ്ഞത് നീയൊന്നും കേട്ടില്ലേ? അവിടെ എന്റെ അതിർത്തി കയറി കല്ല് കെട്ടി അവന്റെ കൈ ഞാൻ വെട്ടും. അതെ അതാരാണത്? അതാ മറ്റേ അമ്മച്ചില്ലേ? നിങ്ങളല്ലേ പറഞ്ഞ അവര് കാശിക്ക് പോയെന്ന്? കാശിക്ക് പോയെന്നല്ല, അവരൊരു വാശിക്ക് പോയെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ കൊല്ലാൻ വേണ്ടി ഈശ്വര. ആരാടാ ഇത് ചെയ്തത്? ആരാടാ എന്റെ ഈ അതിർത്തി കയറി ഇങ്ങനെ ചെയ്തത്? എന്റെ സൂര്യഭഗവാനെ, നീ കിഴക്കുതിച്ചു പോയി, നീ പടിഞ്ഞാറ് അസ്തമിച്ചേക്കണേ. ആരാടാ ഇത് കെട്ടിയത്? ഇത് ആരാടാ കെട്ടിയത്? ആരാടാ കെട്ടിയത്? ആരാ കെട്ടിയെന്ന് ചോദിക്കുന്നു. നീ കെട്ടിയതില്ല. ഞാൻ കെട്ടിയതാ. നീ കെട്ടിയതല്ലേ? ഞാൻ കെട്ടിയൊരു കൊച്ചുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കെട്ടിയതാ. നിങ്ങളെ കെട്ടിയ കാര്യമല്ല, ഇത് ആരാടാ കെട്ടിയെന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് ഇപ്പൊ അറിയണം ഇത് ആരാ കിട്ടിയെന്ന്. ഈ ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ അല്ല കെട്ടിയത്. ആര് കണ്ട്? നിങ്ങൾ ആര് കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാന് എന്തിനിവിടെ നിക്കണ്? ഇവിടെ ഇങ്ങനെ നിന്നിട്ടാണ് ഇവന്മാരുടെ കൈകുട്ടിക്കളി ഇവിടെ നടക്കണത്. കൈകുട്ടിക്കളിയാ? ഇതിനെ പറഞ്ഞ എല്ലാം ഒന്ന് തലേങ്കിലിട്ടണ്ട ആട്ട്. ഒരു അച്ഛനം മിണ്ടാണ്ട് എന്റെ വായിൽ തന്നെ തേങ്ങ കുത്തി വെച്ചിരിക്കണം മനുഷ്യ. നിങ്ങളുടെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് വന്നപ്പോ നിങ്ങൾ എന്തെടുത്തിരിക്കുകയാണ് ഇവിടെ? തെങ്ങാണ് പോലും. ഇവരാരോടാണ് സംസാരിക്കുന്നത്? അവരുടെ ഭർത്താവിനോട്. ഭർത്താവ് മരിച്ചുപോയെന്നല്ലേ പറഞ്ഞത്? ഭർത്താവ് പണ്ടേ മരിച്ചുപോയി. ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന? എന്ത് പണ്ടേ മാച്ചിന് പോയി? പണ്ടേ മാച്ചിന് പോയെന്നല്ല, അവരുടെ ഭർത്താവ് പണ്ടേ മരിച്ചുപോയി. അങ്ങനെ അടക്കിയെടുത്തൊരു തെങ്ങ് നട്ട്, ഈ ചുടലത്തെങ്ങ് എന്ന് പറയത്തില്ലേ, അതാണ് പടന്ന് പന്തലിച്ചാ നിൽക്കുന്നത്. ഇപ്പൊ ഭർത്താവ് വന്നു പറഞ്ഞ അതിന്റെ അടുത്താ പോയി കാര്യം പറയുന്നത്. എന്നൊരു ചെമ്പാരും തകതോ തകതൈത, ചക്കി എന്നൊരു ചെമ്പാരും തകതോ തകതൈത, എന്നൊരു ചെമ്പാരും തകതോ. നാടൻ പാട്ടി തുടങ്ങി. ഇനി നാടൻ തെറിയായിരിക്കും ഇവിടെ വീഴുന്നത്. ഇവരെ ഇനി പിടിച്ചാ കിട്ടുകയില്ല. ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? എന്തായാലും ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഇയാൾ ആദ്യം മതിലുണ്ടാക്കും, എന്നിട്ട് പാലുണ്ടാക്കാൻ പോകും. എന്തായാലും ഞാൻ പോയി കാര്യം ഞാൻ പറഞ്ഞേക്കാം. വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? അതുകൊണ്ട് ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. സംസാരിക്കാം. ആരെടുത്ത? അവരെടുത്താ? ആണ്ടാ, ഞാൻ ഒരു കാര്യം പറയാൻ നടക്കുകയല്ലത്. ഒരു മിനിറ്റ് ചെന്ന് കയറിക്കൊടു. അമ്മച്ചി, ഉണ്ണിയുടെ കയ്യിൽ പെട്ടി ഇങ്ങോട്ടാ. ഇതെന്താ കബീർ പൊന്നമ്മ കളിക്കുന്നത്? നിനക്ക് ജോൺ ഖോനായി കളിക്കാമെങ്കിൽ എനിക്ക് കബീർ പൊന്നമ്മ കളിക്കാം. നീ കൂടുതൽ സംസാരിക്കാതെ ഇത് തല്ലിപ്പൊളിക്കാം. അമ്മച്ചി. ചേച്ചി. ആരാ ചേച്ചി? അക്കച്ചി. ആരാ അക്കച്ചി? കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ പറ. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഒരു മിനിറ്റ്. എന്താ? ഇങ്ങോട്ട് മാറി സംസാരിക്കാം. എന്താ? അങ്ങേര് നോക്കും. അതെ, ഇവിടെ നിങ്ങൾ തമ്മിൽ കുറെ നാളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അതിനൊരു പരിഹാരം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി കുട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം.
എന്റെ വൃത്തികേടാണ് പറയണത്. നാട്ടുകാർ കേട്ട എന്ത് പറഞ്ഞു? എടാ ഞാൻ ഭർത്താവ് മരിച്ചു പോയിട്ട് ഇന്നേ വരെയായിട്ടും ഒരു തന്റെ പുറകെ പോയിട്ടില്ല. എത്ര പേര് എന്റെ പുറകെ വന്നിട്ടുണ്ടെന്ന് അറിയാവാ? തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. അല്ല ഞാൻ നീ ഒന്നും പറയണ്ട, ചേട്ടനൊന്നും പറയണ്ട. ഈ ഭൂതം ഭാവി വർത്താനം ഒക്കെ പറഞ്ഞിട്ട് പോലെ പോകട്ടാ. 99 വയസ്സായി ഇവർക്ക്. ഇപ്പോഴും മധുര 16 പറഞ്ഞുള്ള മധുരം എല്ലാം കൊടുത്ത് ഷൂർ വന്ന് ഏത് വിഷയം ചത്തുപോകുന്നു പറഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണുപിള്ളേ അവര്. ഇത് മാത്രമല്ല പ്രശ്നം, കൂടോത്രം കണ്ടുപിടിച്ചതേ ഇവർക്ക് വേണ്ടിയാ. ആര് പറഞ്ഞു കൂടോത്രം? കൂടോത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞാ വിശ്വസിക്കത്തില്ലെന്ന് നിനക്കറിയാമോ? ഇവിടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരൊറ്റ കോഴിയില്ല. നീ ഉണ്ടല്ലോ, പിന്നെന്തിനാ? എടാ അതല്ല പറഞ്ഞത്. മുട്ടയില് കൂടോത്രം ചെയ്ത് എന്റെ വീടിന് ചുറ്റിനും മൊത്തം കൊണ്ടൊന്ന് കുഴിച്ചിടും. ഇടേ ഞാൻ കാലെടുത്ത് വെക്കുമ്പോ ആ മുട്ടയിലെങ്ങാനും ചവിട്ടുകൊണ്ട് മുട്ട പൊട്ടിയാ തീർന്നില്ലേ? മുട്ട പൊട്ടിയാ തീർന്നു. ഈ മുട്ടയിൽ ഏതെങ്കിലും ഒന്നിൽ ചവിട്ടിയിട്ടായിരിക്കും എന്റെ പെണ്ണുമ്പുള്ള ഇവിടുന്ന് പിണങ്ങി കൊച്ചിനെ കൊണ്ട് അവക്കടെ വീട്ടിൽ പോയി നിൽക്കുന്നത്. അത് ശരി. ഇനി ഇതിന് ഇവര് ചത്തേനെ ശേഷം കൊണ്ട് വരുമെന്ന് പറഞ്ഞു നിൽക്കുക. അപ്പൊ ഇവര് ഒരു തേങ്ങയായിട്ട് വരുന്ന കൂടുപാത്രമാണ്. തീരുമാനം ഇത് അവരെറിഞ്ഞ് ഉടച്ചാൽ നമ്മൾ ആരെങ്കിലും തലമുണ്ട പൊട്ടിച്ചു ചുമ്മാ കൂടോത്രം ഞാൻ ഇന്ന് നിർത്തി തരാം. എറിഞ്ഞ് പൊട്ടിക്കും നമ്മുടെ തല കൂടോത്രം പിന്നെ എന്റെ തല പൊട്ടിയില്ല. കൂടോത്രല്ലായിരുന്നു കാട്ടെ. നീ എന്ത് പറഞ്ഞാലും ശരി തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കിത് ചുമ്മാ കിട്ടിയതൊന്നുമല്ല. എന്റെ മുത്തശ്ശൻ എനിക്ക് ഇഷ്ടദാനം തന്ന വസ്തു ഇതറിയാവോ? ഒരു കാര്യം അറിയാവോ? എന്റെ വീട്ടുമുറ്റത്ത് ഒരു മരത്തിൽ ഊഞ്ഞാല് കെട്ടി അച്ഛനെ ഊഞ്ഞാലാട്ടുമായിരുന്നു. ആ ഊഞ്ഞാലഴിച്ച് പെരക്കാത്ത വെച്ചുകൊണ്ട് ആ ഊഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ വീട്ടുമുറ്റത്ത് നിന്ന മരം ഇപ്പൊ അവരുടെ വീട്ടുമുറ്റത്താ കേട്ടാ. അതിര് മാന്തിക്കൊണ്ട് പോയതാ. ഇത് ഇവരുടെ അല്ല, ഇവര് ചുമ്മാ കൈയടക്കി വെച്ചേക്കുന്ന ഇവരെ അല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ രേഖയൊന്നുമില്ലേ? രേഖയുണ്ട്. ആധാരം ഉണ്ടാക്കണേ. ആധാരമുണ്ട്. എനിക്ക് ഇതിന്റെ മുന്നേ ആധാരം. എനിക്ക് ഇഷ്ടദാനം കിട്ടുകയാണെങ്കിൽ ഇതിന് എനിക്ക് ആധാരമുണ്ട്. ആധാരം കാണിക്കുന്നത് കാണില്ലേ? ഇത് ആര് ചോദിച്ചാലും കാണിക്കാനായിട്ടാ ഞാൻ കൊണ്ടുവന്നത്. കണ്ടാ ഇതിന്റെ മുന്നാധാരം എന്ത്? ഇതാണ് മുന്നാധാരം. ഇത് കണ്ടാ മുന്നാധാരം. പിന്നാധാരം എന്ത്? പിന്നാധാരം. ഇത് പിന്നാധാരം. ഈ സൈസ് പരിപാടി. എന്റെ പൊന്നു സൂര്യ ഭഗവാനെ, നീ കിഴക്കുതിച്ചു പോയി. നീ എന്തായാലും ഇത് പൊളിച്ചു മാറ്റിയാ പറ്റും. നിങ്ങൾ ഇനി എന്ത് പ്രാവ്യാലും എങ്ങനെ പ്രാവ്യാലും ശരി തന്നെ എനിക്കിത് അതിര് കെട്ടി തിരിക്കണം. എന്റെ വസ്തു വിൽക്കണം. എന്റെ മോളെ കെട്ടിച്ചു വിടണം. നീ ഒന്നും പറയണ്ട. നിന്റെ ഇപ്പൊ പ്രശ്നം എന്നാ? നിന്റെ മകളെ കെട്ടിച്ചു വിടണം. എനിക്ക് എന്റെ മോളെ കെട്ടിച്ചു. പെയിന്റിങ്ങിന് പോണ ഷിബു ഇല്ലേ, ഇവന്റെ മകളുമായിട്ട് ഒരു അക്കച്ചൊക്കല്ലെന്ന് പറഞ്ഞ് ഇഷ്ടത്തിലാണെന്ന്. ഞാൻ ഇത് കണ്ട് കയ്യോടെ പിടിച്ച് രണ്ടുപേരും കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ അങ്ങോട്ട് കല്യാണം അങ്ങ് നടന്നു. ദൈവമേ, എന്റെ കൊച്ചിന്റെ കല്യാണം എവര് നടത്തിയെന്ന്. ഒന്നാം സാക്ഷി ആരാ? എനിക്കണ ഞാൻ. നിങ്ങൾക്ക് എന്തോത്തിന്റെ നോക്കണം. ഇപ്പൊ നീ ഏതാണ്ട് രക്ഷപ്പെട്ടില്ല. എന്ത് ചുളുവില് സ്ഥലവും കിട്ടി, ചുളുവില് മകളെ കെട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത്. ഒരു കാര്യം പറ, എന്റെ മോടെ കല്യാണം നടത്തിയിട്ട് സൂര്യ ഭഗവാനെ, നീ കിഴക്കുതിച്ചു പോയി, നീ പടിഞ്ഞാറ് അസ്തമിക്കണേ. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും കാലാകാലങ്ങളായിട്ട് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് തന്നെ അസ്തമിക്കുന്നേ. അപ്പൊ ചേട്ടന്മാരെ, ട്രാക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മുത്തശ്ശേരിയും ടീമിന്റെയും പെർഫോമൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് നേരെ കമന്റ്സിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. നസീർക്ക, ഒരുപാട് കണ്ടന്റ് തപ്പിയായിരുന്നോ? തപ്പിയതിന് ശേഷമാണ് ഈ ഒരു കണ്ടന്റ് എടുത്തത്. കാര്യം ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനമാണല്ലോ. അതൊരു തർക്കം അവിടെ ഇതിന് വരുന്നു, അപ്പുറം ഇപ്പുറം വീട്. ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. സബ്ജക്റ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇതിൽ കണ്ടത്. ആക്ടിങ്ങിൻ്റെ അല്ല, സബ്ജക്റ്റ് അത്ര സുഖമായില്ല. നിങ്ങൾക്ക് കളിക്കുമ്പം തന്നെ അറിയാം അതിലൊരു എന്തോ ഒരു പോരായ്മ ഉണ്ടെന്നല്ലേ. സിമ്പിൾ സാധനമാണ്. അതിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കതായ ഒരു പോയിന്റുകളും നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ലെന്നുള്ള സത്യം. തൈക്കാട്ടുശ്ശേരി നല്ല രസമുള്ളൊരു അമ്മച്ചി കേട്ടോ. ഒരുപാട് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണത്. ആ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷെ ആ ക്യാരക്ടറിനൊന്നും വിളയാടാനായിട്ടുള്ള ഏരിയ സ്ക്രിപ്റ്റിൻ്റെ അകത്തില്ല. ഒരു ചെറിയ ഒരു പോർഷൻ ഒരു സബ്ജക്റ്റായിപ്പോയി. ആ സബ്ജക്റ്റ് ഒരു പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നാക്കുക എന്നേ പറയാനുള്ളൂ. കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് കീറുന്നില്ല. ചില സമയത്ത് അങ്ങനെയാണ്, ഒന്നും ഒത്തുവരികയല്ല ചിലപ്പോൾ. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ട്, അടുത്ത പ്രാവശ്യം നന്നാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്നത്തെ ദിവസം നമ്മുടെ അല്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഗംഭീര ആർട്ടിസ്റ്റുകളാണല്ലോ, 3 പേരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. എന്ത് കൊടുത്താലും എന്ത് തന്നാലൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയ തമാശ ഇപ്പോഴും മിമിക്രി ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. ഒരുപാട് തയമ്പിച്ചൊരു കണ്ടന്റാണ്. കാരണം അതിർത്തി തർക്കം, പിന്നെ അതിനകത്ത് വരുന്ന എനിക്ക് അമ്മച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മച്ചി എനിക്ക് തോന്നുന്നത് ഒരു വെറൈറ്റി അമ്മച്ചിയാണ്. കാരണം
ഇതിനകത്ത് എനിക്കൊണ്ട് അമ്മച്ചിക്ക് കുറേ സാധനങ്ങൾ ചെയ്യായിരുന്നു. ഈ കണ്ടന്റിൻ്റെ കുഴപ്പമായിരിക്കുള്ളൂ. കാരണം പിന്നെ ചിത്തനായാലും അപ്പോൾ കണ്ടന്റിൻ്റെ പ്രശ്നം ഒരിക്കലും. പിന്നെ ഇത് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നുണ്ടല്ലോ, കാരണം അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുമല്ലോ. ഇന്നത്തെ ദിവസം നമ്മുടെ അല്ലാന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മച്ചിക്ക് കുറച്ചും കൂടി ഗ്രാൻഡായിട്ടുള്ള കുറച്ച് കോമഡികൾ കൊടുത്താൽ വേറെ സ്കിറ്റിലും കൊണ്ടുവരാം. അതുപോലെ ജിത്തനായാലും ബിൻരാജായാലും അടുത്ത സ്കിറ്റ് നന്നായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വന്നാൽ മതി. അപ്പോൾ അടുത്ത പ്രാവശ്യം അത് ഗംഭീരമാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ആസിസിക്ക ചെങ്കളെ, ഞാൻ എൻ്റെ കമൻറ്റ് പറഞ്ഞ് തീർന്നു. അവസാനം ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. കാരണം എന്തെന്നറിയോ, നിങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇപ്പം ബിൻരാജായിരുന്നാലും ചിത്തനായിരുന്നാലും തൈക്കാട്ടുശ്ശേരിയൊക്കെ വന്നാൽ നമ്മളൊരു ഓവർ പ്രതീക്ഷ നമുക്കുണ്ടാവും അല്ലേ? നിങ്ങളെ കുറ്റമല്ല, ആ നിങ്ങൾ ചെയ്തു വെച്ച ഒരു പരിപാടിയാണ് ഇവിടെ. പക്ഷേ നിങ്ങൾ പെർഫോം ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. തൈക്കാട്ടുശ്ശേരിയെ കടന്ന് ഭർത്താവിൻ്റെ തെങ്ങെന്ന് പറഞ്ഞും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കയറ്റാൻ നോക്കി. പക്ഷേ എന്തെന്നറിയാം, ആ കണ്ടന്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ആണ്, അതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല, നമുക്ക് അടുത്ത പൊളിക്കാം. അതെ അതെ അല്ലേ? കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ, ബിജുണ്ണൻ പറഞ്ഞാൽ ചില സമയത്തുണ്ടാവുന്ന ഓരോ പരിപാടികളാണ്. ഓക്കെ, ഓക്കെ. താങ്ക് യു ഇക്ക. അപ്പൊ നമുക്ക് നേരെ ഇനി ഇന്നത്തെ ഈ ഒരു പ്രൈസ് മണി എത്രയാണെന്ന് അറിയാം അല്ലേ? ഓക്കെ, നമുക്ക് അസീസിക്ക് തന്നെ തുടങ്ങാം. 4000. നസീർക്ക? ഞാനും അത്ര തന്നെ 4000. 4000. അപ്പം 8000 രൂപയാണ് ഇപ്പോൾ ടോട്ടൽ. ഇനി ഫൈനൽ റിവീൽ ചെയ്യാനായിട്ട് ബിജുകുട്ടൻ ചേട്ടൻ. ബാക്കി ഞാൻ കൊടുത്തേക്കാം. ഓക്കെ. 12,000 രൂപയാണ് ഈ സ്കിറ്റിന് വേണ്ടിയിട്ട് ചിത്തൻ ചേട്ടന്റെ ടീം നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല ചിത്തൻ ചേട്ടാ, കഴിഞ്ഞ തവണ നമ്മൾ പഞ്ചടിച്ചതാണല്ലോ. അപ്പൊ അടുത്ത തവണ നമ്മൾ പഞ്ചടിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലെ അടുത്ത ഐറ്റം സ്കിറ്റ് കാണാം. വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം സെലിൻ ചേച്ചി ഉണ്ട്, ജോൺസൺ ചേട്ടനുണ്ട്, ഒപ്പം സുധീഷും. വേറെ വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കിളയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ, പണ്ടൊരു വടക്കൻ തന്നൽ. പാട്ടും പാടിക്കൊണ്ട് എങ്ങോട്ടാ വരുന്നേ? അയ്യോ, ഇങ്ങോട്ട് തന്നെയാ. വാടക എന്തിയേ? അയ്യോ, മഴയൊക്കെ അല്ലേ, ആണ്ട് അകത്ത് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്നു. അയ്യോ, തുടക്കത്തിലെ കൗണ്ടർ അടിച്ചല്ലോ. അതടിക്കാൻ കഴിവില്ലാത്തവരുടെ അടുത്ത് ഞാനെങ്കിലും ഒന്ന് അടിക്കണ്ടേ? അപ്പം വാടക തരാൻ നിനക്ക് ഉദ്ദേശം ഇല്ല? അയ്യോ, വാടക കൊടുക്കാൻ പറ്റിയ ഒരു വീട്, ഇത്രയും ഒരു കുഞ്ഞു മുറി, ഒരു ചെറിയ അടുക്കള, അതിനാ 3000 ഗുണുവ. നിങ്ങൾ ആ എറണാകുളത്തോട്ടെങ്ങാനും ചെല്ലണം, അവിടെ 7000 രൂപ കൊടുത്താൽ മതി, നല്ല മുട്ടക്കോട്ടം കെട്ടിടം കിട്ടും. ഞാൻ പിന്നെ 7000 കൊടുത്ത് എറണാകുളത്തോട്ട് പോടി. എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? അയ്യോ, അവിടെയാണെങ്കിലേ രൂപ 7000 കൊടുക്കാതെ ഇരിക്കണം. ഇവിടെയാണെങ്കിൽ 3000 കൊടുക്കാതിരുന്നാ പോരെ. 4000 രൂപയാ ലാഭം പിടിക്കുന്നത്. ആ 4000 കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മേലെ. ഞാനേ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ ഒന്നും അല്ല, ഞാൻ അന്തസ്സായിട്ട് വാടക കൊടുക്കാതെ അവിടെ ജീവിക്കുന്നത്. അയ്യോ, നിന്റെ അന്തസ്സിന്റെ കാര്യമൊന്നും എന്നോട് പറയരുത്. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് പ്രായം കൂടിക്കൂടിയാ വരുന്നത്. പിന്നെ എനിക്ക് പ്രായം കുറഞ്ഞു വരുമല്ലേ. ഒരു കൈസഹായത്തിന് എനിക്ക് ആരുമില്ല. എടി, കൈസഹായത്തിന് എന്നെ വിളിക്കണമായിരുന്നു, ഞാൻ അപ്പുറേ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ സഹായം ആർക്ക് വേണം? അല്ലറ ചില്ലറ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് ഒന്നിനും തികയത്തില്ലെന്നേ. അയ്യോ, തീറ്റീച്ചറ് കുറച്ചാ മതി, നിനക്ക് എല്ലാത്തിനും തികയും. അതൊക്കെ പോട്ടെ, എന്റെ അപ്പനായിട്ട് കുറെ കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വീട്ടാനായിട്ടാണ് ഞാൻ ഇങ്ങനെ വീട്ടി കുറേശ്ശെ വീട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ, അവള് കടം വീട്ടി ഉണ്ടല്ലോ. എന്റെ ഒരു മുറി ഇപ്പൊ അവിടെ കക്ഷത്തിലായിരിക്കുന്നത്. എടുത്തോണ്ട് പോയി. എത്ര നാളായി വാടക തന്നിട്ട്? 3 or 4 അങ്ങാണ്ടായി. അതിനാ 3 or 4 മാസത്തെ കണക്കല്ല, 3-4 വർഷമായിട്ട് വാടക തന്നിട്ടില്ല ഇവള്. നിങ്ങളുടെ വാടക തരാനേ എനിക്ക് മനസ്സില്ല. എടി, നീ അധികം വർത്താനം പറയണ്ട. ഒന്നെങ്കിൽ നീ ഒഴിഞ്ഞു പോണം. എടി, പുതിയ വീട്ടുകാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് വാടകയ്ക്ക്. മരപ്പട്ടി പോലും വരാത്ത ഈ വീട്ടിൽ ഏത് ആൾക്കാർ വരാനാ? നിങ്ങൾ എന്നാന്ന് വെച്ചാ ചെയ്യ്. ഉണ്ടല്ലേ? അവിടെ ഒരു പോക്കുണ്ടോ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുണുകുണെന്ന് പറഞ്ഞ് അവിടെ അങ്ങ് പോകും. അയ്യോ, അവിടെ ഒരു പോക്ക്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പത്രം ഒന്ന് വായിച്ചേക്കാം. ഇന്തോനേഷ്യയിൽ ചുഴലിക്കൊടുങ്കാറ്റ് 417 വീടുകൾ ഒഴിപ്പിച്ചു. എന്റെ പൊന്നെ, ഈ കാറ്റിന്റെ ഒരു ശകലമെങ്കിലും ഇങ്ങോട്ട് അടിച്ചിരുന്നെങ്കിൽ ഇവളെ ഇവിടുന്ന് ഒഴിപ്പിക്കായിരുന്നു.
വിജ്ഞാന ഗുരു, ദീർഘദർശിനി. ദൂരദർശിനി എന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ ആരാ? ഞാൻ അവരുടെ ആരും അല്ല. അവരുടെ വീടിന്റെ അടുത്താണ് എന്റെ അമ്മയുടെ അമ്മാവന്റെ വീട്. അത്രേ ഉള്ളൂ. ഹോ, താങ്കൾ എവിടാ? ഞാൻ അവിടെ ആയിരുന്നു. അവിടെ എവിടാ? ഞാൻ അവിടെ എവിടെയോ ആയിരുന്നു. ഇപ്പോൾ എവിടാ? നിന്റെ കണ്ണി കുരുവാണോ? ഞാൻ നിന്നെ മുന്നിൽ നിൽക്കുവല്ലേ. വീട് എങ്ങനെ കണ്ടുപിടിക്കാതിരിക്കാൻ ഇത് ലോക്കറെ വെട്ടി പൂച്ച പൂട്ടി വെച്ചിരിക്കുവല്ലോ. ഞാനും കാണുന്ന പോലെ ഞാനും കണ്ടുപിടിച്ച്. അത്രേ നോമെല്ലാം കാണുന്നു. മകന് എന്തോ ഒന്ന് വലുത് അലട്ടുന്നുണ്ട്. സ്വാമി, എന്റെ കാലിന്റെ കുഴിനകത്തല്ല സ്വാമി ചവിട്ടിയിരിക്കുന്നത്. അതിന്റെ വേദന എന്നെ അലട്ടുക. കാലെടുത്തേ. കവട കവട ഗോ ഗോ ബന്ധ ബന്ധ കർത്താവാ. സ്വാമി, ഞാൻ ആകെ പെട്ട് നിൽക്കുക. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ പറ്റാത്ത അവസ്ഥ. അതെല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ. വല്ല വായു എല്ലാം കയറിയതായിരിക്കും. ഒരു കാര്യം ചെയ്യും, ഒരു അയ്മോദകൾ ഗുളിക എടുത്തങ്ങ് തട്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് ക്ഷീണം അങ്ങ് പൊക്കോളും. അയ്യോ, അതാണോ പറഞ്ഞത്? എന്നെ വന്ന ഇവിടെ ഒരുത്തിയുണ്ട്. അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാ പോകത്തുമില്ല, കാശും തരത്തില്ല. ഇവിടെ ഒരു കുടുംബം ആകുമ്പോഴത്തേക്കും വഴക്കും പിണക്കവും തട്ടിയും മുട്ടിയും നോക്കി കഴിക്കും. എന്ന് കരുതി പെണ്ണുമ്പിള്ളേനെ ഇങ്ങനെ അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ? പോരാത്തതിന് പെണ്ണുമ്പിള്ളയോട് കാശും ചോദിച്ചിരിക്കുന്നു. എന്തൊരു മനുഷ്യനാണോ? അതല്ലെന്ന്, എന്റെ പെണ്ണുമ്പിള്ള അങ്ങ് ഗൾഫിലാ. അതൊക്കെ എനിക്കറിയാം. വാടകക്കാരത്തിയുടെ കാര്യ ഞാൻ പറഞ്ഞത്. വാടകക്കാരത്തി ജലജ. ഓ, സ്വാമി എങ്ങനെ അറിഞ്ഞു? ഞാൻ ത്രികാലജ്ഞാനിയല്ലേ. അവള് ജലജ, അവള് വെറും പാവം. പക്ഷെ അവിടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ആ കൊടിയ സാധനം ഉണ്ടല്ലോ, അതാണ് ഇവിടുന്ന് ഒഴിഞ്ഞു പോകാത്തത്. അതിനിപ്പോ എന്താ ചെയ്യുക? ആ കൊടിയ ബാധയെ ജലജയുടെ ശരീരത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിപ്പിക്കണമെന്ന്. ആണോ? ഞാൻ അവളെ പൂട്ടും. പൂട്ടണം? പൂട്ടും ഞാൻ. വിളിക്കവളെ. ഞാൻ വിളിക്കാനൊന്നും നിക്കണ്ട. അവൾ ഇവിടെ തുള്ളിക്കൊണ്ട് വരും. കവട കവട ഗോ ഗോ ബന്ധ ബന്ധ ഹർത്താല. കവട കവട ഗോ ഗോ ബന്ധ ബന്ധ ഹർത്താല. കവട കവട ഗോ ഗോ ബന്ധ ബന്ധ ഹർത്താല. നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും നിന്നെ കണ്ട് ഞാൻ പേടിച്ച് പേടിച്ച് മുട്ടയിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുവാണെന്ന്. അല്ല, ഒരിക്കലുമല്ല. നീ പുറകോട്ട് പോകുന്നതാ. ആരാ നീ? ഞാനോ? നീ ആരാ? ഞാൻ ഉത്തരപ്പുലരി. മൂത്ത ബ്രെഡൊക്കെ ഇതേതാ മൂത്ത സാധനമാന്നേ പറഞ്ഞേ? ഉത്തരപ്പുലരി. ഉത്തരപ്പുലരി. നീ എവിടുന്ന് വന്നു? എടാ കൊച്ചനെ, ഞാനിപ്പൊ അകത്തുനിന്ന് ഇറങ്ങി വന്നാ നീ കണ്ടതല്ലേ? അതല്ല, നിനക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ? അയ്യോ, എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം നിനക്ക് എന്താന്ന് അറിയാൻ മേലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇത് പിടിച്ചോണ്ടിരിക്കുന്നത്? കണ്ണിലും മൂക്കിലും ഒക്കെ കൊള്ളും. പിന്നെ ഞാൻ ആശുപത്രി കൊണ്ടുപോണ്ടി വരും. നിന്റെ കൈ കാശുണ്ടോ? ജലജയെ നിനക്ക് എങ്ങനെ അറിയാം? അവളെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അവള് ജിലേബി ഉണ്ടാക്കി എന്നെ തീറ്റിച്ച് ഷുഗർ വന്ന് കാഞ്ഞു പോയതാ ഞാൻ. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്റെ ഷുഗർ മാറാൻ ഇൻസുലിൻ കുത്തിവെക്കാൻ നിന്നെ ഞാൻ സഹായിക്കാം. ഷുഗർ വന്ന് എന്റെ 2 കിഡ്നി അടിച്ചു പോയാ ഞാൻ ചത്തത്. പിന്നെ എന്തിനാണ് എനിക്ക് ഇൻസുലിൻ? ഇത് ഇങ്ങനെ ഒന്നും ഒഴിഞ്ഞു പോകുന്ന സാധനമല്ല കേട്ടോ. ആണോ? ഒടിയ സാധനമാ. അവിടെ കവട ഗോ ഗോ ബന്ധ ബന്ധ ഹർത്താല. സ്വാമി, ഒഴിപ്പിക്ക്. കവട കവട ഗോ ഗോ ബന്ധ ബന്ധ ഹർത്താല. കവട കവട ഗോ ഗോ ബന്ധ ബന്ധ ഹർത്താല. അസ്മ എടുക്കാൻ മറന്നു പോയി. കവട കവട ഗോ ഗോ ബന്ധ ബന്ധ ഹർത്താല. ഇത് ഇങ്ങനൊന്നും ഒഴിപ്പിക്കുന്ന സാധനമല്ലത് കേട്ടോ. അല്ലേ? ഒടിയ സാധനമാ. പക്ഷെ ഇതിനെക്കാട്ടിലും വലിയ സാധനത്തെ ഞാനങ്ങ് ചിക്കാഗോയിൽ പോയി പിടിച്ചിട്ടുണ്ട്. 8.25 കിലോ ഉണ്ടായിരുന്നു. അതെന്താ? ഊരിവാള. അയ്യോ, അതെന്തിനാ സ്വാമി ഇപ്പൊ ഇവിടെ അടിക്കുന്നേ? ഞാൻ പേടിച്ചിട്ട് എന്തൊക്കെയോ കടന്ന് പിച്ചുമ്പേ പറയും. ഒരു കാര്യം ചെയ്യാം, ഇവളെ നമുക്കങ്ങ് പൂട്ടാം. കവട കവട ഗോ ഗോ ബന്ധ 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 ബന്ധ. ഊട്ട് സ്വാമി, ഊട്ട്. കുറച്ച് കഴിയട്ടെ. എടി വച്ചേ, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വാ. അവിടെ നിൽക്കി. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ശരീരത്തിൽ ഈ സാധനം ഇതിൽ നിറക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുത്ത ശരീരത്തിലേക്ക് കേറും. അതായത് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കേറും. പിന്നെ ഇത് 5 പരമ്പര നീളും. 5 പഴംപൊരിയോ? 5 പഴംപൊരി അല്ലെന്ന്. ഇനി ഇതുപോലത്തെ വർത്തമാനം പറഞ്ഞാ 5 പഴംപൊരി ഞാൻ വായിലേക്ക് തിരികെ.
5 പരമ്പര നശിക്കുന്നത് കാണണോ അതോ ഈ ജലജയും ഈ വീടും എന്നേക്കുമായി ഉപേക്ഷിക്കുന്നോ? അയ്യോ 5 പരമ്പര നശിക്കണ്ട, വീട് എടുത്തോട്ട്. എനിക്ക് വേണ്ട. നല്ല തീരുമാനം. എന്നാ പെട്ടെന്ന് തന്നെ പെണ്ണുമ്പിളെ വിളിച്ചോ, ഗൾഫിലേക്ക് കടന്നു. എന്റെ പൊന്നോ, ഞാൻ പൊക്കോളാം സ്വാമി. നന്നായി വരും. അനുഗ്രഹിക്ക്. കവട കവട ഗോ ഗോ ബന്ധ ബന്ധ ഹർത്താല. കവട കവട ഗോ ഗോ ബന്ധ ബന്ധ ഹർത്താൽ. കവട കവട ഗോ ഗോ ബന്ധ ബന്ധ ഹർത്താല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എടാ ഗോപാല, എന്തോ? ഇന്ന് ഞാൻ വിളിച്ചപ്പോ നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെന്നാ ഒരു വർത്താനം അടിയാ പറഞ്ഞത്? നീ വിളിച്ചപ്പോ ഞാൻ വന്നാണ് കുഴപ്പമായി പോയത്. അതൊന്നും ശരിയാത്തില്ല. ആ വർത്താനം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എങ്ങോട്ടായി തട്ടിക്കറി എങ്ങോട്ടാ? അല്ല, ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. എന്റെ തലപോക്കിനാ ഞാനിവിടെ വന്നത്. എടാ നീ അതൊക്കെ വീട്. എടാ വിടടാ. വിട്ട്. എടാ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നടാ? അയ്യോ, എന്റെ അഭിനയം എന്ത് സൂപ്പർ ബോറായിരുന്നറിയാവോ? പിന്നൊരു കാര്യമുണ്ട്. നിന്റെ റോള് ബാധ ഇളകുന്ന പെണ്ണിന്റെ ആയതുകൊണ്ട് ഓവറായാലും ആരും അറിയത്തില്ല. എന്റെ കൊച്ചെ, ആ ക്യാരക്ടറിന് വിട്. അത് കഴിഞ്ഞ്, ആ കഥ കഴിഞ്ഞ്. ഉണ്ണി ഇതുവരെ പോയില്ലേ? ഞാൻ പോയില്ല. അതെന്നാ? ഞാൻ അവളെ ഫോൺ വിളിച്ചപ്പോഴുണ്ടല്ലോ, അങ്ങോട്ട് വന്നു പോയേക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി എന്നാ ചെയ്യും? നീ ഇപ്പൊ എന്നാ ചെയ്യാനാ? ഇവിടെ ഒരു മുറി ഒഴിഞ്ഞു കിടപ്പില്ലേ, അത് എനിക്ക് വാടകയ്ക്ക് തന്നേക്ക്. എങ്ങനെ? ഇവിടെ ഒരു മുറി ഒഴിഞ്ഞു കിടപ്പില്ലേ, അത് എനിക്ക് വാടകയ്ക്ക് തന്നേക്ക്. ഇതങ്ങോട്ടാ ഇത് കളി കയറുന്നേ? ആളുകൾ സംസാരിക്കാൻ പറ്റുള്ളൂ. പോ, വരയ്ക്കാത്ത പോ. വീട്ടിൽ പോ. ആദ്യം പറഞ്ഞേക്കാം ഒരു കാര്യം. ഞാൻ പറഞ്ഞേക്കാം, മുറിയൊക്കെ വാടകയ്ക്ക് തരാം. പക്ഷെ 1-ാം തീയതി കൃത്യമായിട്ട് എനിക്ക് വാടക കിട്ടും. അയ്യോ, വാടക എത്രയാണേലും തരാം. അങ്ങനെ ചക്കാത്തൊന്നും എനിക്ക് വേണ്ട. കൃത്യമായ വാടക മാത്രം തന്നേച്ചാ മതി. തരാം. പിന്നെ ഒരു കൺസിഡറേഷൻ വെച്ചോ. നമ്മളെമ്മയുടെ പരിചയമൊക്കെ വെച്ച് ഇതിനു മുമ്പ് താമസിച്ചിട്ടൊക്കെ ഉള്ളതല്ലേ? അതെ അതെ. 3 മാസം വാടക തരണ്ട. സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ ഗതികേട്. ഇത് ഞാൻ സ്വന്തമായിട്ടൊരു വീടെങ്കിലും ഉണ്ട്. ഈ പാവത്തിന് ഇപ്പോഴാ വീടായത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ജോൺസൺ ചേട്ടൻ ആൻഡ് ടീമിന്റെ സ്കിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കയ്യടി കൊടുക്കാം. എനിക്ക് ആ മന്ത്രം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ ആയിരുന്നു ചേട്ടാ. അത് സ്വന്തം സൃഷ്ടിയാണ്. ഹർത്താലാ. നമുക്ക് സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. നസീർക്ക. ജോൺസൺ ചേട്ടാ, റിഹേഴ്സൽ കുറവുണ്ടായിരുന്നോ? കുറവുണ്ടായിരുന്നു, നല്ല കുറവുണ്ടായിരുന്നല്ലേ? നല്ലവണ്ണം കളിച്ചെടുക്കാൻ പറ്റിയ ഒരു ചെറിയ സ്കിറ്റായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തു മാറ്റാമായിരുന്ന ഒരു റിഹേഴ്സലിന്റെ കുറവുണ്ടായിരുന്നു. സ്വാമി ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും റിഹേഴ്സലുണ്ട്. സ്വാമിക്കും ചില സ്ഥലങ്ങളിൽ ഒരു ചെറിയ ഒരു മറവിയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ആ ഉള്ളത് സ്വാമി അത് വൃത്തിയായിട്ട് ചെയ്തു. സുധീഷ് അല്ലേ? സുധീഷ്. പിന്നെ സെലിൻ ചേച്ചി മറവി ഉണ്ടായിരുന്നു ഇന്ന്. ഇപ്പം അത്രയാ, നമ്മുടെ 4-5 സ്റ്റേജ് ആയില്ലേ ഇവിടെ അല്ലേ? 7-ാമത്തെ സ്റ്റേജായി. 7-ാമത്തെ സ്റ്റേജായിട്ട് മറവി 1-ാമത്തെ സ്റ്റേജിൽ തന്നെ നിൽക്കുക. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് മുമ്പോട്ട് പോകണ്ടേ? യാത്ര ചെയ്യണ്ടേ? യാത്ര ചെയ്യണം. ആ യാത്ര ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നല്ല ഗൗരവമായിട്ട് തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. നല്ലപോലെ റിഹേഴ്സൽ വേണം. ആ ഉള്ള കാര്യം ബൈഹാർട്ട് ആക്കുക. എന്തെങ്കിലും കയ്യിൽ നിന്ന് പോയാൽ അത് പോട്ടെന്ന് വെക്കണം. അതേ പിടിച്ച് തൂങ്ങരുത്. തൂങ്ങിയാൽ പിന്നെ അതിന് ഫോളോ ചെയ്ത് ബാക്കിയും കൂടെ തൂങ്ങി വരും. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി എന്നേ ഇപ്പോൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ബിജുക്കുട്ടൻ ചേട്ടാ. സെലിൻ ചേച്ചി, സുധീഷ്, ജോണേട്ടാ, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നത്. ഈ സുഖമായിട്ടിരിക്കുമ്പോൾ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തില്ലേ? ശരിക്കും ജോണേട്ടൻ അങ്ങനെ, ജോൺസൺ ചേട്ടൻ അങ്ങനെ മറക്കാറില്ലാത്ത ഒരാളാണ്. മറന്നാൽ പോലും എന്തെങ്കിലും തരികട കാണിച്ചിട്ട് അതുമ്മ കയറി പിടിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് റിഹേഴ്സലിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. പിടിച്ചിട്ട് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിന്നുപോയി. അത് ഇന്ന് ഇപ്പൊ റിഹേഴ്സലിന്റെ കുറവായിരിക്കുള്ളൂ. ഇപ്പൊ സെലിൻ ചേച്ചിക്കും കിട്ടിയ ഒരു പോർഷൻ നല്ല പോർഷനായിരുന്നു. അത് അത്യാവശ്യം മനോഹരമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. തമാശയുടെ കുറവുണ്ട്. മറന്നു പോയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും തമാശയുടെ കുറവുണ്ട്. എനിക്ക് സുധീഷിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. സുധീഷിനെ ഭയങ്കര ഈ സ്കിറ്റിൽ ഉഗ്രനായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സുധീഷിനെ കാണുന്നത്. പഴയ ഒരു കലാകാരന്മാരുടെയൊക്കെ ഇതുപോലെ സെന്തില്, പഴയെന്നല്ല നമ്മുടെ സെന്തില് കലാപനിൽ കളിച്ച കുറേ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു മാനറിസം കൂട്ടിക്കലർന്ന ഒരു സാധനമായിരുന്നു നിങ്ങളുടെ. ആക്ഷനായാലും കോമഡി കൗണ്ടറായാലും അതുപോലെ തന്നെ ഈ ഫേസിൽ വരുന്ന കുറേ സാധനം. ഈ ഇപ്പോൾ ഈ കപട എന്താണ് ബന്ധ ഹർത്താല, എന്താണ് ഹർത്താല, അത് കാണിക്കുമ്പോഴൊക്കെ കണ്ണൊക്കെ മിഴിക്കണില്ലേ?
അതൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം നമുക്കൊക്കെ സിനിമയിലെ കിട്ടുള്ളൂ ശരിക്കും. അത് ക്ലോസ് ഒക്കെ വെച്ചാൽ കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷെ നമുക്ക് ഇത്രയും ലോങ്ങിൽ നിന്നിട്ട് പോലും ആ കണ്ണിൻ്റെയൊക്കെ കൃഷ്ണമണിയൊക്കെ ഇടുന്ന ഇണങ്ങുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ നമുക്ക് വേണ്ട ഒരു മന്ത്രവാദിക്ക് വേണ്ടത്. പിന്നെ ഈ കണ്ടന്റ് എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മൾ ഈ വീടിൻ്റെ ഉടമസ്ഥനായിരിക്കും സാധാരണ സ്കിറ്റുകളിലൊക്കെ ഒഴിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. പക്ഷെ ഇതൊരു ചേഞ്ച് ഉണ്ടായിരുന്നു അല്ലേ? അപ്പം നന്നാക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല കണ്ടന്റ് കിട്ടും. അപ്പോൾ ആ കണ്ടന്റ് പിടിച്ച് നന്നായിട്ട് കയറി വന്നാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. അസിസിക്ക ചേട്ടാ, സുധീഷേ, ഗ്രൂമിങ്ങിന് എത്ര ദിവസം ഉണ്ടായിരുന്നു? 4 ദിവസം ഉണ്ടായിരുന്നു. സമയം ഉണ്ടായിരുന്നല്ലേ? സമയമുണ്ട്, ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. പിന്നെ ചെയ്യാത്തതാണ്. ചേച്ചിക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. കാരണം പുള്ളി മാനസികമായിട്ട് ഓക്കെ അല്ല ചേച്ചി. ഓക്കെ. അപ്പം ഞങ്ങൾ റൂമിലിരുന്ന് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആണ്. പക്ഷെ അത് മാനസികമായിട്ട് അത് ശരിക്കും പ്രിയസിനെ ബാധിച്ചു. അതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ചേച്ചിക്ക് ഇങ്ങനെ പറ്റാത്തതാണ്. പക്ഷെ ചേച്ചി ഒരുപാട് എന്തോ മറന്ന ഒരു പരിപാടി. കാരണം വേറൊന്നുമല്ല, നമ്മൾ സ്കിറ്റ് ഇപ്പം നസീറൊക്കെ ഫസ്റ്റ് പറഞ്ഞത്, അതായത് ഒരു സ്കിറ്റ് ഉണ്ടെങ്കിൽ അത് കൗണ്ടർ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമ്മൾ ആ ചെയ്യുന്നത് കറക്റ്റ്, അത് തെറ്റാതെ അല്ലെങ്കിൽ കറക്റ്റ് അത് ചെയ്ത് നിർത്തിയാൽ നമ്മളത് മനോഹരമായിരിക്കും. ചിലപ്പോൾ അത് കൗണ്ടറല്ലായിരിക്കും, നിങ്ങളുടെ ആക്ടിങ്ങിലായിരിക്കും ആ സ്കിറ്റ് കയറുന്നത്. ഇത് തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ഓഡിയൻസിന് തന്നെ അവർക്ക് മനസ്സിലാവും ഈ തെറ്റിക്കുന്നുണ്ട് എന്നൊരു സാധനം. അത് റിഹേഴ്സലിൻ്റെ ഇതാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ സുധീഷേ ഗംഭീരമായിരുന്നു കേട്ടോ. സുധീഷ് കരുത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരണം. വേറൊരു ഭാഗമാണ് അതിൻ്റെ. കാരണം അതല്ല, ഇപ്പൊ സുധീഷ് ഈ സ്കിറ്റിൽ സുധീഷ് വന്ന ആ ഭാഗം മുതലാണ് സ്കിറ്റിനൊരു കയറ്റം കിട്ടിയത്, ടേക്ക് ഓഫ് കിട്ടിയത്. ഇപ്പോൾ ജോൺസൺ ചേട്ടനായിരുന്നാലും ചേച്ചിയും മറന്നു പോകുമ്പം ജോൺസൺ ചേട്ടനും അതേ റൂട്ടിൽ മറന്നോളും. നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ പോകുമ്പോഴാണ് ആ സ്കിറ്റിൻ്റെ ഒരു മനോഹാരിത മാറിപ്പോണത്. അപ്പം നിങ്ങളെ വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എന്തോ ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ്. ഔഷധ ഗുണം ഉണ്ട്, പക്ഷെ നിങ്ങളത് എടുക്കണം കേട്ടോ. അടിച്ചു പൊളിക്കാം, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നമ്മളെ കമന്റ്സ് ഒക്കെ കേട്ടു. എന്തായാലും സെലിൻ ചേച്ചി, നമുക്കിനി മാർക്ക് ചോദിക്കാം. പേഴ്സണൽ പ്രോബ്ലം എന്ത് തന്നെ ആയാലും ചേച്ചി വിഷമിക്കേണ്ട. ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലടക്കി വെച്ച് നമ്മളെ ചിരിപ്പിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജ് മുതൽ ആ ചിരി നമുക്ക് വീണ്ടും കാണണം കേട്ടോ. അങ്ങനെ നമുക്ക് മാർക്കിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് നസീർക്ക് എടുത്ത് ചോദിക്കാം. ഞാൻ സന്തോഷമായിട്ട് ഒരു 5000 രൂപ അങ്ങ് തരികയാണ്. 5000 രൂപ. ഓക്കെ, അസീസിക്ക? ഞാനും 5. 5000. അപ്പം 10000 രൂപയായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് അറിയാം ബിജുകുട്ടൻ ചേട്ടൻ ഫൈനൽ റിവീൽ ചെയ്യും. ചേട്ടാ, ഇത് കണ്ടിട്ടൊന്നും വിഷമിക്കൊന്നും വേണ്ടട്ടാ. കാരണം ഇവിടെ പഞ്ചൊക്കെ അടിച്ചിട്ടുള്ള ആൾക്കാരാണത്. ഇതൊരു പ്രോത്സാഹനം മാത്രമായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഇതാ പിടിച്ചോ. 20,000 രൂപയാണ് ഈ ഒരു സ്കിറ്റിനായി ഇവർ നേടിയിരിക്കുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞത് മറക്കണ്ട കേട്ടോ. അടുത്ത ഈ ചിരി ഈ മുഖത്ത് നമുക്ക് കാണണം. അതെ, അടുത്ത തവണ കാണാട്ടോ. കരച്ചിലൊക്കെ മാറ്റി സുന്ദരിയായിട്ട് മിടുക്കിയായിട്ട് വരണം കേട്ടോ. താങ്ക് യു ചേട്ടാ. വരെ താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിൽ അടുത്ത ഐറ്റം അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ കോമഡിക്കാരാണ് വരുന്നത്. നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അഖിൽ, ദാസൻ ആൻഡ് പ്രവീൺ. ഹലോ ഹലോ, ശങ്കുണ്ണി വൈദ്യരല്ലേ? അതെ, ശങ്കുണ്ണി വൈദ്യരാണ്. വൈദ്യരെ, അവിടെ ഈ ഓർമ്മശക്തിക്ക് വല്ല മരുന്നുണ്ടോ? ഓർമ്മശക്തിക്ക് ബ്രഹ്മി പൊടിച്ച് തേനിൽ ചേർത്ത് 3 നേരം അങ്ങോട്ട് സേവിച്ചാ മതി. അത് വൈദ്യരനായിട്ട് കഴിക്കുക. അതെന്താ? ഞാൻ അവിടെ കാലുവേദനയ്ക്ക് പറഞ്ഞു വന്നതല്ലേ. എന്നിട്ട് വൈദ്യരിക്ക് തന്ന മരുന്നേതാ? നടുവേദനയുടെ. എന്നിട്ട് നടുവേന മാറിയോ? ഇല്ലയോ. അപ്പൊ കാലുവേനയോ? അതും മാറിയില്ല. നടുവേനയും കാലുവേനയും മാറിയില്ലെങ്കിൽ അത് തലവേനയ്ക്കുള്ള മരുന്നായിരിക്കും. എനിക്ക് തലവേന ഇല്ലല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞതാണോ? അതെ. അപ്പൊ ആവശ്യം വരും. വൈദ്യരെ, വൈദ്യരെ നമസ്കാരം. അല്ല കാരണവരെ, വൈദ്യര് ഉണ്ടാകത്ത്. അപ്പൊ എന്നെ കണ്ടിട്ട് തനിക്കൊരു വൈദ്യരായിട്ട് തോന്നിയില്ലേ? വൈദ്യര നമസ്കാരമുണ്ട്. പക്ഷെ എന്റെ മനസ്സിലെ വൈദ്യര രൂപതല്ല. ഇടകലർന്ന തരച്ച താടി മുടിയുള്ള നെഞ്ഞത്താകെ രോമായി ആ തോളിലാ തോർത്തൊക്കെ ഇട്ട് ആ ചാരുകസലിന്ന് ചിരിക്കണ രൂപ. അപ്പൊ തന്റെ മനസ്സിലേ ഒരു വൈദ്യരുടെ രൂപല്ല, ബ്രഹ്മയുഗത്തിലേ കോടമൽ പോട്ടിയാ. അല്ല വൈദ്യരെ, ഇങ്ങോട്ട് വരണ സമയത്ത് ബോർഡ് കണ്ടു 8 കെട്ടിന്ന് 4 കെട്ടല്ലേ. മോഹം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ വേലി സമ്മതിക്കണ്ടേ? എന്തിന്? 4 കെട്ടാനേ. അത് ശരി, പെണ്ണ് കെട്ടേണ്ട കാര്യല്ല.
അഥവാ ഈ ഇല്ലത്തൊക്കെ 4 കെട്ട് എന്നല്ല പറയാ, ഇതെന്താ 8 കെട്ടിന്റെ കണക്ക്? അത് പിന്നെ 4 കെട്ടന്നെ ഉദ്ദേശിച്ചതേ. കെട്ടിക്കഴിഞ്ഞപ്പോ കുറച്ച് കട്ട ബാക്കി വന്നു, അതും കൂടി കെട്ടിയപ്പോ 4 കെട്ട് 8 കെട്ടായി. ശരി. പിന്നെ വൈദ്യരെ പറ്റി ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വരണ സമയത്ത് ഇവിടെ വന്നപ്പോ അത് ബോധ്യമായി. ആ കാലിന് സുഖമില്ലാത്ത ആള് ഞൊണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നതേ. വൈദ്യര മരുന്നങ്ങോട്ട് കൊടുത്തോളൂ. ഉസൈൻ ബോൾട്ടിനൊക്കെ ആ സ്പീഡിലാ ആള് ഓടിപ്പോയതേ. ഉസൈൻ ബോൾട്ടൊക്കെ വിളക്കെണ്ണ കഴിച്ചിട്ടല്ലേ ഓടുന്നത്. വിളക്കെണ്ണേ? എടോ, ആ ഏബിനെ കഷായാന്ന് കരുതിട്ടേ കുപ്പിയിലിരുന്ന വിളക്കെണ്ണ എടുത്തിട്ട് അവിടെ കുടിച്ചു. കാര്യം സാധിക്കാൻ ഓടുന്നതാണോ താൻ കണ്ടത്? വെറുതെ സർന്നെ പോയതില്ലേ. അല്ല വൈദ്യരെ, ഇവിടെ കിടത്തി ചികിത്സ കണ്ടോ? കിടത്തി ചികിത്സ പതിവില്ല. പിന്നെ ഇവിടെ എന്നെ കാണാൻ വരുന്നവർക്ക് ഞാൻ ചില മരുന്ന് കൊടുക്കുമ്പോ അവര് കിടന്നു പോവാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങട് അവര് എണീക്കണ വരെ കിടത്തി അങ്ങട് ചികിത്സിക്കും. അതിന് ഈ നാട്ടുകാര് ഏബ്യന്മാര് പറഞ്ഞുണ്ടാക്കിയതാ കിടത്തി ചികിത്സാന്നേ. ശരി. അല്ല, താൻ എന്തിനാ വന്ന്? തലക്ക് തീരെ സുഖമില്ല. ഈ ഒരു തിരിച്ചറിവേ രോഗികൾക്ക് ഉണ്ടാവണത് എപ്പോഴും നല്ലതാ. ഇങ്ങോട്ട് വരിക, ഞാൻ നല്ല മരുന്ന് തരാലോ. എല്ലാ അസുഖം ഈ അസുഖമുള്ളവര് ഇങ്ങനെ തന്നെ വരിക. അങ്ങോട്ട് വരിക. അങ്ങോട്ട് വിടുക. എന്റെ കൂട്ടുകാരുടെ അസുഖം, അവനെയും കൊണ്ട് വന്നല്ലേ ഞാൻ. കൂട്ടുകാരനാണോ അസുഖം? അല്ല, എങ്ങനാ വന്നത്? കാറിലാ വന്നത്. സൂക്കടൊക്കെ കാറ് പിടിച്ചു വരാൻ തുടങ്ങിയോ? അല്ല, അവനായിട്ട് ഞാൻ കാറിലാ വന്നതെന്ന്. നിങ്ങൾ വന്ന കാര്യല്ല പറഞ്ഞതേ. തന്റെ സുഹൃത്തിന് എങ്ങനെ ഈ അസുഖമൊക്കെ ഉണ്ടായി? വൈദ്യരെ, അവൻ സഞ്ജു സാംസന്റെ കടുത്ത ആരാധകനാ. ഈ ആരാധന മൂത്ത് ഇപ്പൊ അവനെ തന്നെ സഞ്ജുന്നാ പറയണേ. അതിലിപ്പോ എന്താ കുഴപ്പം? തെറിയൊന്നും പറയണില്ലല്ലോ. അത് മാത്രമാണ് ഈ കുഴപ്പമുണ്ടായിരുന്നില്ല. സഞ്ജയ് ചെന്നൈ ടീമിന് വേണ്ടി 99 അടിച്ച് നിക്കണ സമയ അപ്പൊ അങ്ങോട്ട് കരണ്ടാ പോയി. അപ്പൊ പോയതാ, പിന്നെ വന്നിട്ടില്ല. അതിന് ഇവിടെ വന്നിട്ട് കാര്യണ്ടോ? KSEB-യില് പോയി പറയടോ. എന്ത് കറണ്ട് പോയ കാര്യം? കറണ്ട് പോയതല്ല, അവന്റെ കീഴിൽ അപ്പൊ പോയതാ. ഇതുവരെ വന്നിട്ടില്ല. ആ കേമനൊന്ന് കാണണല്ലോ, അങ്ങോട്ട് വിളിക്കുക. അങ്ങനെ വിളിച്ചോളാം. അവൻ ഇല്ല. അതിന് ചില കുറുക്ക് വഴികളൊക്കെ ഉണ്ട്. സഞ്ജോ 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 കൂടെ കൂടാ എല്ലാരും. സഞ്ജോ സഞ്ജോ ചേട്ടാ, സംഭവം അടിപൊളി. നിങ്ങളെ പടമൊക്കെ കാണാണ്ട് അടിപൊളിയാ. നമ്മളെ കളി കാണാറുണ്ട്. പിന്നെ അടിപൊളിയാ. എന്നാ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അടിപൊളി. ആഹാ, കോച്ചേ. രാവിലെ തന്നെ ഇയാള് സ്കോച്ചാണല്ലോ ചോദിക്കണേ. എനിക്കത് ശീലമില്ല കേട്ടോ. പിന്നെ കോച്ചേന്ന് വിളിച്ചപ്പോ സ്കോച്ചിന്ന് കേട്ടിട്ട് പറയാ ശീലമില്ലെന്ന്. സത്യം പറയണേ, എനിക്ക് സ്കോച്ച് ശീലല്ലേ. എനിക്ക് റമ്മ ശീലേ. റെഗുലർ യൂസ് മെഡിസിൻ എന്നല്ലേ പറഞ്ഞേ. എന്നാ നമുക്കവിടെ തുടങ്ങിയാലോ? പിന്നെന്താ നാട്ടോ. എടാ ഏബ്യ, ചികിത്സ തുടങ്ങണ കാര്യ, അല്ലാതെ ഷെയർ അല്ല. എങ്ങടെ കൊണ്ടുകണ് നീട്ടിയതായിട്ട് കളയണ്ട. അല്ല, എന്താ ഈ വിദ്വാന്റെ പേര്? സതീശൻ. സതീശ, ഇരിക്കുക. അങ്ങനെ പറഞ്ഞാലെന്നാ വിരിക്കില്ല. സഞ്ജു, ഇതിലിരിക്കുക. താങ്ക് യു ഏട്ടാ. താങ്ക് യു ഏട്ടാ. താങ്ക് യു. സഞ്ജു അല്ലേ? അല്ല, എന്താ സഞ്ജുവിന്റെ പ്രശ്നം? ഇല്ലേട്ടാ, പലരും കാണുമ്പോ പലരും ചോദിക്കുന്നു, നീ എന്തോ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോ എന്തോന്നാടാ സെഞ്ചുറി അടിക്കാത്തത്? അങ്ങനെയൊന്നും ഇല്ലേട്ടാ. നമ്മൾ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യും. നമ്മളെ സെഞ്ചുറി അല്ലല്ലോ പ്രധാനം. അത് തന്നെയാണ് ചാരുവും പറയുന്നത്, ഗൗതം ജിയും പറയുന്നത്. ഇപ്പത്തെ കുട്ടികളുടെ ഒരു കാര്യേ ആയിട്ടാ, കുട്ടികളോട് അത് തന്നെയാ പറയാനുള്ളത്. ഇങ്ങനെ നിൽക്കുക, ബോൾ വരുമ്പോ അടിച്ചങ്ങ് പിരുത്ത് കളിയാ, സിക്സ് അടിക്കുക. ഇന്ന് വൈകുന്നേരം 6ന്റെ കാര്യം പറഞ്ഞപ്പോളാ, 6ന് മരുന്നുണ്ടോ? ഇയാളുടെ തലയ്ക്കാ പ്രശ്നം. എന്താ ഏട്ടാ പറയുന്നത്? ധോണി ബായിക്ക് എന്ത് വിഷയാ? ഒരു വിഷയമില്ല. ധോണി ബായ് അടിപൊളിയല്ലേ, ഇന്ത്യക്ക് വേണ്ടി എത്ര കപ്പടിച്ച ആളാ. ഒരു വിഷയമില്ല. ധോണി സൂപ്പർ അല്ലേ ധോണി ബായ്. താനിങ്ങോട്ട് വരിക. എന്താ ഇയാളുടെ തലയ്ക്കാ പ്രശ്നം എന്ന് താനൊന്ന് പറഞ്ഞു കൊടുക്കണോ? എന്താ ഏട്ടാ വിഷയം? എന്താ നിങ്ങൾ ഒരു ഓളത്തിന്റെ കാര്യം പറഞ്ഞതാ. ഓളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റേഡിയത്തിലോട്ട് ഇറങ്ങുമ്പോ ഗാലറിയിൽ നിന്ന് ഒരു ഓളം വരും. അപ്പൊ നമ്മളിങ്ങനെ നിന്നിങ്ങനെ അടിച്ച് പൊട്ടിച്ചൊളിയും. ഭയങ്കര ഓളം ഏട്ടാ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, നമുക്കൊരു ടെസ്റ്റ് നടത്തിയാലോ? അല്ല ഏട്ടാ, ഒരു മിനിറ്റ്. ടെസ്റ്റിന്റെ കാര്യം പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനല്ലേ ചെയ്യേണ്ടത്. എനിക്ക് ടെസ്റ്റിനോട് ഇപ്പൊ വലിയ മൂഡില്ല. ഞാനിപ്പോ 2020-ലാണ് സ്പെഷ്യൽ ചെയ്തേക്കുന്നത്. ടെസ്റ്റോ 2020 എന്ത് വേണമെങ്കിലും കഴിക്കാം. സഞ്ജു ആദ്യം കുറച്ച് മരുന്ന് കുടിക്കേണ്ടി വരും. ഇല്ലേട്ടാ, മരുന്നൊന്നും കുടിച്ച് കളിക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ കളിക്ക് മുമ്പ് യൂറിൻ ടെസ്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. പിന്നെ എന്റെ ഭാവി വെള്ളത്തിലാവും ഏട്ടാ, ഭയങ്കര വിഷയമാണ്. നല്ല ഭാവിയാണല്ലോ. താനേ ആദ്യം ഇതിലുള്ള സാധനങ്ങൾ വാങ്ങാം. ഈ ലിസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കുക. അല്ലേട്ടാ, ടീം ലിസ്റ്റ് ആണെങ്കിൽ എന്റെ പേരുണ്ടോന്ന് നോക്കാം. എന്റെ ഫാൻസ് ആകെ ഇളകിയിരിക്കുകയാണ്. എന്റെ ഫാൻസ്
എന്റെ ഏട്ടാ എന്റെ പാൻസ് പാന്റ് ഇളകിയിരിക്കാ പറഞ്ഞു. ഫാൻസ് അല്ല ഏട്ടാ, ഫാൻസ്. എന്റെ ആരാധകരാകെ ഇളകിയിരിക്കുക. എനിക്ക് സെഞ്ചുറി അടിക്കണം. അല്ല വൈദ്യരെ, ഒരു ചാക്ക അരി, 5 കിലോ ശർക്കര, കടല, പഴം, പരിപ്പ്, ഇത് വൈദ്യര് ഇല്ലത്തിക്കുള്ള വല്ല ലിസ്റ്റാണോ? ഏയ്, എന്തായാലും നിങ്ങൾ രണ്ടാളും കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ലോ. നിങ്ങളുടെ ചെലവ് നിങ്ങൾ തന്നെ അങ്ങോട്ട് വഹിക്കണം. അല്ല വൈദ്യരെ, ഈ വിഷം തൊട്ടാൽ എന്താ ചെയ്യാ? ഐ, വിഷം തൊട്ട എന്താ ചെയ്യണ്ട്? സോപ്പിട്ട് നന്നായി ഒരച്ചായിട്ട് കഴുകി കളയാ. അത് വയറ്റി പോയ ചത്തു കൂട്ടോ. കിടക്കാത്തി സാധനം. അല്ല വൈദ്യരെ, എന്റെ ബാറ്റാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എനിക്ക് 6 അടിക്കാനുള്ള ബാറ്റല്ലേ ഇത്? ആഹാ. അല്ലേട്ടാ, ആ ബോളൊക്കെ എടുത്തു പോവാ. നമുക്ക് ആ നെറ്റ്സ് പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ദൈവമേ, കഷായത്തിന് വെച്ച ഉണ്ട ശർക്കരയാണല്ലോ അത്. ഏകാണ്ട് ചികിത്സ തുടങ്ങുക വൈദ്യരെ. നമുക്കേ ഒരു സ്റ്റീൻ ബാത്ത് ആയാലോ? എന്ന് വെച്ചാ ഐ, ആവിയിലെ പുഴുക. ആ, ഇവ വന്നപ്പോ മുതൽ സഞ്ജുവിനെ ചെയ്ത് നിന്ന് പുഴുകുക. ഇനി ഇതിൽ എങ്ങോട്ട് പുഴുകാനാ? അങ്ങനെയാണെങ്കിലേ ധാര ചെയ്യാ. അതാര് ചെയ്യും? അത് എനിക്കും അറിയില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അല്ല, ആവി പിടിച്ചാലോ? അപ്പൊ ധാര്യം ചെയ്യണം, ആവിയും പിടിക്കണം. നമുക്ക് ധാരാവിക്കോട് പോകാം. ഏട്ടാ, ധാരാവി പോകുകയാണെങ്കിൽ നമുക്ക് വാങ്കട പോവാം. വാങ്കട പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം ഏട്ടാ. നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് കളിച്ച് ഈ വയറൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് നമുക്ക് വരാം ഏട്ടാ. വാങ്കടാ. വാങ്കടാ. എന്നാ ഏട്ടാ? പ്രശ്നാവോ വൈദ്യരെ? പ്രശ്നാവും. ഞാൻ ഇതുവരെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ അതൊക്കെ പ്രശ്നമായിട്ടേ ഉള്ളൂ. இந்த காத்து இருக்குல்ல சார், நம்ம சந்தோஷம், துக்கம், வெற்றி, தோல்வி, காதல் படல் எல்லாம் இந்த காத்து மாதிரி சார். அதை வந்து மேலே படும், ஆசையை தொடும், அப்போ அனுபவிச்சுக்கணும். തെക്ക് വെച്ചിക്കണ് നനച്ചിക്കണ இந்த നിമിഷം നിന്ന് പോയിടും സാർ. എനിക്കിത് പോതും സാർ, എനിക്കിത് പോതും. തമിഴാണല്ലോ ഇത്. സഞ്ജു അല്ല, ഇത് മറ്റേ തമിഴ്നാട് വിജയ് സേതുപതി ഇപ്പൊ കളിച്ചോണ്ടിരിക്കണേ. இவங்க 2 பேரையும் இங்கே அடிச்சு கொள்றவங்களுக்கு பரிசு பணம் 25 லட்சம் ரூபாய், 30 லட்சம் ரூபாய், 40 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ. ഇത് കൊല്ല കുഴപ്പമുണ്ടാക്കും. എന്ത് കുഴപ്പാടോ? നല്ലൊരു കാര്യമില്ല ഉണ്ടായി. തന്റെ കൂട്ടുകാരനെ വിജയ് സേതുപതി എന്താ കുഴപ്പം? എനിക്ക് മിമിക്രിക്കാർക്ക് കൊടുക്കാൻ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇയാള് ജീവിതകാലം മുഴുകെ വിജയ് സേതുപതിയുടെ റോൾ എടുത്തായിട്ട് ജീവിക്കട്ടോ. ആയോ നാട്ടിലെ കോമഡിക്കാർ നമ്മുടെ കോഴിക്കോട് ചെന്നപ്പോ അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തിയ മുത്തുകളാണ് നമ്മുടെ കൂടെ ഈ ഉള്ളത്. അഖിൽ, ദാസ് ആൻഡ് പ്രവീൺ അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോ അഖിൽ അഖിലിന്റെ ശബ്ദത്തില് ഇപ്പം സഞ്ജു സാംസൺ ഒക്കെ വന്നു പോയെങ്കിലും എനിക്കിപ്പോ അടുത്തുനിന്ന് ലുക്ക് നോക്കുമ്പോൾ എവിടെയോ ഒരു ആസിഫ് അലിയും വിഘ്നേഷും, ഏത് നയൻതാര മാമിന്റെ ഹസ്ബൻഡ് ഇല്ലേ, വിഘ്നേഷും കലർന്ന് കിടക്കുന്ന ഒരു ഛായയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. അസിസിക്ക് തന്നെ പറഞ്ഞു തുടങ്ങിക്കോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം നാട്ടിലെ കോമഡിക്കാർ അല്ലേ? അപ്പൊ നിങ്ങൾ കോഴിക്കോട് ഓഡീഷൻ ആണല്ലേ പങ്കെടുത്തത്? നിങ്ങൾ 3 പേരും ഒരിടത്താണോ, ഒരു സ്ഥലമാണോ? ഞങ്ങൾ പാലക്കാട്, ഷൊർണൂര്. ഷൊർണൂര്. രസായിരിക്കുന്ന ഭാഷയൊക്കാൻ. അത് പാലക്കാട് അങ്ങട് പോണം. ഞങ്ങള് വള്ളുവനാടാണ്, ഇടയിലെ അങ്ങടെ പാലക്കാട് ഭാഷ. എന്താ പറയാ, നിങ്ങളുടെ സംസാര വള്ളുവനാടൻ ഭാഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ആണ്, ഭയങ്കര രസമാണ് കേൾക്കാൻ. ഞാൻ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു നോക്കി, പക്ഷെ നടക്കില്ല. എവിടെ കേട്ടോണ്ട് നിങ്ങൾ രണ്ടും അടുത്തടുത്താണോ? അടിപൊളി, ഭയങ്കര രസമായിരുന്നു നിങ്ങളുടെ ഭാഷ അഖിൽ. കാരണം ഒരു സ്കിറ്റ് മുഴുവനും നമ്മുടെ സഞ്ജുവിൻ്റെ അഭിമാനമായ സഞ്ജുവിൻ്റെ വോയിസ് ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്കിറ്റ് നിൻ്റെ ഫുള്ള് അത് തന്നെ. പിന്നെ ക്ലൈമാക്സിലാണ് നമ്മളെ വിജയ് സേതുപതിയുടെ വോയിസ് വന്നത്. എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. നിങ്ങളുടെ സുന്ദരമായ കുറച്ച് കോമഡികളും മനോഹരമായിട്ടുള്ള ഭാഷാശൈലികളും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മീനാക്ഷി നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റേജിലേക്ക് കിട്ടിയ 3 മുത്തുകളാണ്. ഇനി അത് വേണ്ടത് നല്ലൊരു പൊട്ടാത്ത നൂലിൽ കോർത്ത് എടുക്കണം നമുക്ക്. അതിനുള്ള കഴിവുള്ള 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. നല്ല ടാലൻ്റുള്ള ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു സ്ക്രിപ്റ്റും നല്ല ഗ്രൂമിങ്ങുമാണ് വേണ്ടത്. അങ്ങനെ ആയി വന്നാൽ നിങ്ങൾ ക്ലിക്കാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ആ ഭാഷയുടെ ഒരു ശൈലി ഭയങ്കര രസമാണ്. എന്തായാലും അത് ആ സ്ലാങ്ങും അതൊക്കെ നിങ്ങൾ പഠിച്ചതൊന്നും തെറ്റിക്കാതെ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്തു. പക്ഷേ നമുക്ക് വേണ്ടത് അറിയാമല്ലോ, തമാശയാണ്. ആ തമാശകളൊക്കെ ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് തന്നെ കുറവുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ സഞ്ജു സാംസൺ കയറി വന്ന് അവിടം തൊട്ട് വേറൊരു മൂഡിലേക്ക് കിട്ടി. അതിപ്പം ഇതിൽ തൽക്കാലമായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഇപ്പോൾ ആദ്യത്തെ അവസരമായതുകൊണ്ട് നമുക്ക് കേൾക്കാം എന്ന് പറയാം. പക്ഷേ നമ്മളൊരു പുതിയ സ്കിറ്റൊക്കെ പ്ലാൻ ചെയ്യുമ്പം അത് വന്നാൽ ചിലപ്പോൾ അത്
സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല. അതിനുവേണ്ട നല്ല കോമഡിയുള്ള നല്ല സ്കിറ്റുകൾ പ്ലാൻ ചെയ്ത് നല്ലവണ്ണം റിഹേഴ്സലും ചെയ്ത് അടുത്ത തൊട്ടാണ് നമുക്ക് റിയൽ മത്സരത്തിലേക്ക് നിങ്ങൾ കിടക്കേണ്ടത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ബിജുക്കുട്ടൻ ചേട്ടാ? ശരിക്കും പറയാനുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്ന സ്കിറ്റുകളിലെ രാജാക്കന്മാരായിരിക്കും നിങ്ങൾ നോക്കി പിടിച്ചു കഴിഞ്ഞാൽ. കാരണം അതിനുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ട്, 3 പേർക്കുണ്ട്. അതിൽ അഖിലിനുണ്ട്, ദാസനുണ്ട്, പ്രവീണിനുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ ഉള്ള ആദ്യത്തെ നിങ്ങളുടെ രണ്ടുപേരും ആ പോർഷൻ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചിരിക്കാൻ പറ്റിയ കൗണ്ടറുകളല്ലായിരുന്നു. നിങ്ങൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടി നടത്തി. ഇപ്പം നമുക്ക് വെച്ചടി കയറുന്ന ഒരു തമാശ അല്ലായിരുന്നു. അതുകൊണ്ടാണ് അത് തോന്നിയത്. പിന്നെ എനിക്ക് തോന്നുന്നത് അഖിൽ വന്നേ പിന്നെ കുറച്ചും കൂടി ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അത് എനിക്ക് തോന്നണത് അഖിലിൻ്റെ നമ്മുടെ കോഴിക്കോട് സ്ലാഗ് നമുക്ക് കിട്ടാതിരുന്നത് രണ്ടുപേരെ അനുകരിച്ചുകൊണ്ടാണ്. പക്ഷെ അത് രണ്ടും നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് സഞ്ജുവിൻ്റെ നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം ഓരോരുത്തർ പോലും നമ്മൾ കുറച്ച് ലെങ്ത് ഉണ്ടല്ലോ, കാരണം ഒരു സ്കിറ്റിലല്ല ചെയ്യണത്, സ്റ്റാർ മാത്രമല്ല. അപ്പോൾ ആ നടന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു പരിമിതി ഉണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ അത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല കേൾക്കാൻ രസമുണ്ടായിരുന്നു. പിന്നെ സഞ്ജുവിനെ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ആവേശമുണ്ട് സഞ്ജു, നമുക്കത് ഭയങ്കര ഇഷ്ടമുള്ള. പിന്നെ അതെനിക്ക് തോന്നിയത് ഒരിക്കലും വിജയ് സേതുപതിയായിട്ട് വരുമെന്ന് തോന്നിയില്ല. പക്ഷേ എഴുന്നേറ്റപ്പോൾ കറക്റ്റായിരുന്നു. 3 പേരും നന്നായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഓൾ ദി ബെസ്റ്റ്. പിന്നെ അഖില് വേറെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യോ? വിനയ് ഫോർട്ടിന്റെ വോയിസ് ചെയ്യാം. എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാലിക് എന്ന സിനിമയിലെ ഡയലോഗ്. നമ്മുടെ ആളുകള് ഇവിടെ ദാരിദ്ര്യം പിടിച്ച് സുനാമി വന്ന് നിൽക്കുമ്പോ 100 ദിവസം ഞങ്ങൾ ഇവിടെ നടത്തൂല. അതെന്താ? കൊന്നിട്ട് ആൾക്കാർ ബസ് കയറിയ ബസ് പോവില്ലേ? അപ്പൻ അറിഞ്ഞില്ലടാ, അപ്പം തിരികൊളുത്താൻ പോകുന്നത് വലിയൊരു കലാപത്തിനാണെന്ന്. താങ്ക് യു. ഓ സൂപ്പർ സൂപ്പർ. താങ്ക് യു. നമ്മള് പലതും കേട്ടിട്ടുണ്ട് നമ്മുടെ വിനയ് ഫോർട്ടിന്റെ. പക്ഷെ ഇതൊരു കുറച്ചുകൂടി ട്രിപ്പിൾ ആയിട്ടുള്ള സാധനം. വേറെ പറ. നവാസ് വള്ളിക്കുന്നിന്റെ വോയിസ് ചെയ്യാം. നവാസിന്റെ. ഓക്കെ, നവാസ്കയുടെ വോയിസ് തമാശ എന്ന് പറഞ്ഞ സിനിമയിലെ. ജയിക്കൂലായിരിക്കും മാഷേ, പക്ഷേ എങ്കിൽ തോറ്റെടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ അവസാനം ഇടപെട്ട് പുറത്തെടുത്ത് മട്ടത്തിൽ വിളമ്പിയാല് വേണ്ടാന്ന് പറയാത്ത 2 സാധനമുള്ളൂ മാഷേ. സ്നേഹവും ഭക്ഷണവും അതിന്റെ രുചി അറിയാത്ത പൊന്നാനിക്കാരില്ല മാഷേ. നവാസ്കയുടെ തന്നെ ഒരു ഇന്റർവ്യൂല് ചെറിയൊരു പോർഷൻ ചെയ്യാം. 20 ദിവസത്തെ ഷൂട്ടുണ്ട് വേണ്ടിട്ട് എന്നെ ഓസ്ട്രേലിയ കൊണ്ടുപോകണേ. 16 ദിവസമായിട്ട് ഷൂട്ടൊന്നും നടക്കില്ല. ഞാൻ ആകെപ്പാട് ബേജാറയക്കുമ്പോണ്ട് പാത്തിന്റെ പ്രൊഡ്യൂസർ വെച്ച് എന്ത് താണ്ട ബേജാറയക്കണേ. ഞാൻ പറഞ്ഞ് ഇവിടുന്ന് എങ്ങനെ കഴിച്ചിലാവും കയ്യിൽ നോക്കിയേന്. 4 ഭാഗത്തും കടലാണ്, കഴിച്ചിലാവുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ടെന്ന് അവര് പറഞ്ഞത്. നവാസ്ക മെസ്സേജ് അല്ല, ഇത് വോയിസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നവാസ്ക ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അടിപൊളി. അസീസിക്ക, നവാസ്കയുടെ സൗണ്ട് അങ്ങനെ അനുകരിച്ച് കേട്ടുള്ളത് വളരെ കേട്ടിട്ടില്ല ആണല്ലേ? അപ്പൊ ഞാൻ ഓർത്തു കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഉമ്മൻചാണ്ടി സാറിന്റെ വോയിസ് എടുത്തോ. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഏകാന്തതയാണ്. അത് ഒറ്റക്ക് ഒരു റൂമിൽ ഇരിക്കുകയാണെങ്കിലും റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരമായല്ല ഞാനതിനെ കാണുന്നത്. എനിക്കെപ്പോഴും എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധമാണ്. അതെന്നെ എതിർക്കുന്നവരായാലും എനിക്ക് പ്രശ്നമില്ല. എടുത്തതെല്ലാം പക്ക. ഇനി ഐറ്റങ്ങളുണ്ടോ അതോ ഇനിയും വരുമല്ലോ അപ്പൊ കാണിക്കും. പക്ഷെ ഇനി മിമിക്രി മാത്രമല്ല, ഇനി അഖില് ഇവിടെ ഒന്ന് സ്കിറ്റ് മനോഹരമായിട്ട് ചെയ്യാം. കാരണം സ്കിറ്റ് ചെയ്യുന്നുണ്ട്. അഖിലിന്റെ ഓൺ വോയിസിൽ തന്നെ ഇനി സ്കിറ്റുകൾ ചെയ്യാം. കാരണം ഇപ്പൊ കളിച്ചത് മിമിക്രി അല്ലേ? അപ്പൊ ഇവര് പ്രവീണും ദാസും ഒന്നും ചെയ്യില്ല. ഞങ്ങള് നാടൻ പാട്ടും പാട്ടും ഭക്തിപ്പാട്ട് ട്രൂപ്പിലൊക്കെ ഉണ്ട്. അത് ശരി. അപ്പൊ എന്തെങ്കിലും ഒരു വേളയിൽ നമ്മൾ അവരുടെ പാട്ട് കേൾക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ നിങ്ങൾ ഫുൾ ടൈം ആർട്ടിസ്റ്റുകളാണോ അതോ വേറെ ജോലി ചെയ്യുന്നുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്. എന്താണ് വർക്ക് ചെയ്യുന്നത്? തട്ടിന്റെ പണിയില്ലേ? ആ ശരി. അതിനെല്ലാത്തിനും പോകും. ഓക്കെ. ഞാൻ പെയിന്റിംഗ് ആണ്. ഓക്കെ. അഖിലോ? ഞാന് അത്യാവശ്യം സിനിമന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോലുണ്ട്. സിനിമയാണ് ഇഷ്ടം. നാടകത്തിലൊക്കെ, പിന്നെ പരിഷത്തിന്റെ നാടകത്തിലൊക്കെ വർക്ക് ചെയ്യലുണ്ട്. പിന്നെ നൈറ്റ് സ്വിഗ്ഗിയിലൊക്കെ ഓടാറുണ്ട്. കയ്യിൽ എന്തൊക്കെ പറഞ്ഞാലും സാമ്പത്തികം വേണമല്ലോ, അതിനൊക്കെ പോകാറുണ്ട്. ഓക്കെ, അടിപൊളി. എല്ലാ നന്മകളും നേരുന്നു. നമുക്ക് ഇനി നിങ്ങൾ അറിയാലോ, നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം മാറണമെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യണം. ഇവിടെ വന്ന് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ തന്നെ ഉറപ്പായിട്ട് എത്തിയിരിക്കും കേട്ടോ. ഗംഭീര സ്കിറ്റുമായിട്ട് വരണം അടുത്ത പ്രാവശ്യം. അപ്പൊ നമുക്ക് ഇത്തവണത്തെ മാർക്ക് അറിയണ്ടേ?
നമ്മൾ അതിലേക്ക് കടന്നില്ല, നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ബിജുക്കുട്ടൻ ചേട്ടാ, ഞാനൊരു 4 മാർക്ക് കൊടുക്കാം. 4 മാർക്ക്, 4000 രൂപ. 4000. ഓക്കെ. അസിസിക്ക? ഞാനും ബിജുക്കുട്ടൻ കൊടുത്തു, ബിജുക്കുട്ടൻ ചേട്ടൻ കൊടുത്തോണ്ട് 4. 4000. അതുകൊണ്ട് 4000. അപ്പൊ 8000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നസീറൊക്കെയാണ്. അല്ല, ഇന്നത്തെ മാർക്ക് നിങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം നമ്മുടെ വേദിയിൽ വന്നു, നിങ്ങളെ വെറുതെ വിടുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഞങ്ങൾക്ക്. അത് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് എമൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അടുത്ത പ്രാവശ്യം അത് മത്സരമായിട്ട് തന്നെ കാണണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് കൂടി പറഞ്ഞുകൊണ്ട് ദാ എൻ്റെത് തിരിഞ്ഞോളൂ. 15,000 രൂപയാണ് ഈ ഒരു ടീം ആദ്യത്തെ സ്കിറ്റിന് നേടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അഖിലിനും ദാസിനും പ്രവീണിനും കൺഗ്രാചുലേഷൻസ്. ഇത് ഒരു തുടക്കം മാത്രമാണ്. നമ്മൾ അപ്പുറത്തേക്ക് ഒരു പൂജയൊക്കെ ഇട്ട് ഇനി വാങ്ങുന്നതായിരിക്കും അല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി വരണം കേട്ടോ. അപ്പം ബാക്കിയുള്ള നമ്പറുകളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ വെൽക്കം ടു നമ്മുടെ ഫാമിലി. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഈ ഒരു തകർപ്പൻ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓഡിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങള്. അപ്പൊ എന്താ, നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഇസ് മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.